represents India, rank tag number 175, Peter Joseph. ഞാൻ ഡോക്ടർ പീറ്റർ ജോസഫ് കൊറ്റമം എന്ന് പറയുന്ന കാലടി അടുത്തുള്ള കൊറ്റമം എന്ന് പറയുന്ന ഒരു വില്ലേജിലായിരുന്നു അന്ന് എൻ്റെ ചെറുപ്പം. എൻ്റെ ഭാര്യ ബിസ നൈപുണ്യ സ്കൂളിലെ ടീച്ചറാണ്, മാത്സിൻ്റെ ടീച്ചറാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ മൂത്ത ആൾ മരിയ, എൽസ, ഇളയ മകൻ ലിയാൻ. ശങ്കര കോളേജിൽ മിസ്റ്റർ ശങ്കര ഫസ്റ്റ് വന്നതാണ് എൻ്റെ ബോഡി ബിൽഡിംഗ് മത്സരത്തിലെ എൻ്റെ കരിയറിലെ തന്നെ ആദ്യത്തെ വിജയം. അത് ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ഞാൻ ഫസ്റ്റ് വരികയും ചെയ്തു. പിന്നീട് എല്ലാ വർഷവും 3 വർഷവും ഡിഗ്രിക്ക് ഞാൻ അവിടെ ചാമ്പ്യനായിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് കോച്ചിങ് ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ഞാൻ മത്സരിച്ചു. വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി. അതിനുശേഷം UC കോളേജിൽ ചേർന്നു. PGക്ക് ചേർന്ന് MA ഹിസ്റ്ററി ആയിരുന്നു. അവിടെ ആ വർഷവും 2 വർഷവും ഞാൻ കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്നു. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ. പിന്നീട് പതുക്കെ സ്റ്റേറ്റ് തലത്തിലേക്ക് പോയി. ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യനായി, ജൂനിയർ ഡിസ്ട്രിക്ട് ചാമ്പ്യനായി. പലതവണ മിസ്റ്റർ കേരള മത്സരത്തിൽ സീനിയറിൽ ഞാൻ ഇറങ്ങി തുടങ്ങി. സീനിയറിലും ഞാൻ മത്സരിച്ച മത്സരത്തിലൊക്കെ ഞാൻ ഫസ്റ്റ് വരാൻ തുടങ്ങി. പക്ഷേ വെയിറ്റ് ലിഫ്റ്റിങ്ങിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം കൂടുതൽ വെയിറ്റ് പൊക്കാനുള്ള എനിക്കൊരു കഴിവുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ്ങിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ 22-23 വയസ്സിൽ ഇന്ത്യൻ നാഷണൽ ജൂനിയർ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായി ഗോൾഡ് മെഡൽ വന്നു. അപ്പോൾ എന്നെ റെയിൽവേ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ ഞാനപ്പോൾ പോയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ലക്ഷ്യം ഒളിമ്പിക്സാണ് എന്നൊക്കെ പറഞ്ഞു. ഒളിമ്പിക്സിന് വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഒളിമ്പിക്സിൻ്റെ അടുത്ത ഒളിമ്പിക്സ് എനിക്ക് തോന്നുന്നു ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആയിരിക്കും. ആ ഒളിമ്പിക്സിന് ശേഷം ഞാൻ റെയിൽവേ ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എടുത്ത ഒരു തെറ്റായ തീരുമാനമായിരുന്നു ശരിക്കും അത്. അന്ന് ഞാൻ തൃശ്ശൂർ BBC എന്ന് പറഞ്ഞൊരു ജിം ഉണ്ടായിരുന്നു. അവിടെ പോയാണ് ആഴ്ചയിലൊരിക്കൽ അവിടെ പോയി മാക്സിമം വെയിറ്റ് ട്രൈ ചെയ്യും. അങ്ങനെ പക്ഷേ ആ ഒളിമ്പിക്സിന് ഒരു 3 മാസം മുമ്പ് എന്നെ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഡീബാർ ചെയ്ത് ഞാൻ അറിയാത്തൊരു കാര്യത്തിനാണ് എൻ്റെ കോച്ച് ചെയ്തൊരു തെറ്റിന് എന്നെ ശിക്ഷിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ പെട്ടുപോയി. എനിക്ക് പിന്നെ റെയിൽവേയിൽ ജോലി കിട്ടിയില്ല. നേവിയൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെയൊന്നും ജോലി കിട്ടാത്ത അവസ്ഥ വന്നു. പക്ഷേ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫാക്റ്റ് മനസ്സിലാക്കിയപ്പോൾ അവർ അതുപോലെ തന്നെ നിരുപാധികം പിൻവലിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് ലിഫ്റ്റിംഗ് എൻ്റെ ആ പീക്ക് ഫോം അപ്പം നഷ്ടപ്പെട്ടു. 1.5 വർഷം ഞാൻ റെസ്റ്റ് എടുത്തു. അത് നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരു സിംഗിൾ ബാർ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിരാശപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് കരിയർ ശരിക്കും പറഞ്ഞാൽ അവിടെ എൻ്റെ പീക്ക് ഫോം അവിടെ വെച്ച് പോയി. പിന്നെ റെയിൽവേയിൽ ജോയിൻ ചെയ്തെങ്കിലും കാര്യമായിട്ട് എനിക്ക് വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ റെയിൽവേക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ റെയിൽവേയിൽ ജോയിൻ ചെയ്തു. എനിക്ക് ബാക്ക് പെയിൻ വന്നു. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ വന്നു. അവിടെ നിന്ന് ബോഡി ബിൽഡിങ്ങിലേക്ക് തിരിഞ്ഞു. ഞാൻ എൻ്റെ റെയിൽവേ കോച്ചിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ബോഡി ബിൽഡിങ്ങിലും ചിലപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ബോഡി ബിൽഡിങ്ങിലേക്ക് തിരിഞ്ഞു. ഫസ്റ്റ് ബോഡി ബിൽഡിംഗ് മത്സരമായിരുന്നു മിസ്റ്റർ തമിഴ്നാട് മത്സരം. അത് സേലത്ത് വെച്ച് നടന്നത്. അവിടെ ഞാൻ ഫസ്റ്റ് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങി മിസ്റ്റർ തമിഴ്നാട് മത്സരത്തിൽ ഞാൻ ഫസ്റ്റ് വന്നു. പലതവണ മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ ആയി. 42ാമത്തെ വയസ്സിൽ മിസ്റ്റർ സൗത്ത് ഇന്ത്യ ആയി. 50ാമത്തെ വയസ്സിലാണ് ഞാൻ ചെറുപ്പക്കാരെ തോൽപ്പിച്ചിട്ട് മിസ്റ്റർ ഇന്ത്യ ആയത്. പിന്നെ 2012 തായ്ലൻഡിൽ വെച്ചിട്ട് വേൾഡ് ബോഡി ബിൽഡിങ്ങിൽ ഞാൻ ബ്രോൺസ് മെഡൽ മേടിച്ചു. 2017 വേൾഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ഗ്രീസിൽ വെച്ചിട്ട് ഏതൻസിൽ അവിടെയും ബ്രോൺസ് മെഡൽ വാങ്ങി. എൻ്റെ ചെറുപ്പം മുതൽ ഒരു സ്വപ്നമായിരുന്നു. അതായത് ഒരു ലോക മത്സരത്തിൽ ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിന്ന് ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് നാഷണൽ ആന്തം വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട സ്വപ്നം ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം പോലെ അവിടെ സാക്ഷാത്കരിച്ചു. അതായത് ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്ന അമേരിക്കയിൽ തന്നെ പണ്ട് ഒളിമ്പിക്സ് എനിക്ക് മിസ്സായ അതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ലോക ചാമ്പ്യനായി അവിടെ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് അമേരിക്കക്കാരെ എഴുന്നേറ്റ് നിർത്തി നാഷണൽ ആന്തം വെച്ചു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ വീണ്ടും 2021 കോമൺവെൽത്ത് വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗോൾഡ് മെഡൽ വന്നു. അങ്ങനെ ആ സ്വപ്നവും സാക്ഷാത്കരിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ തീർത്തും നിർത്തി. ഇനി ചെയ്യുന്നില്ല തീരുമാനമെടുത്തു.
അങ്ങനെ ഞാൻ വീണ്ടും എനിക്കൊരു ചെറിയ സ്വപ്നം കൂടി വിളിച്ചു, എന്തുകൊണ്ട് ബോഡി ബിൽഡിങ്ങിൽ വേൾഡ് ചാമ്പ്യൻ ആയിക്കൂടാ. അങ്ങനെ കഴിഞ്ഞ 2021 സെപ്റ്റംബറിൽ കാഠ്മണ്ഡുവിൽ മിസ്റ്റർ ഏഷ്യ മത്സരത്തിൽ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നു. അതിൽ നിന്നും വേൾഡിലേക്ക് സെലക്ഷൻ കിട്ടി. 2020 കഴിഞ്ഞ വർഷം തന്നെ നവംബറിൽ സൗത്ത് കൊറിയയിൽ വെച്ച് നടന്ന വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ വന്നു. അവിടെയും ഞാൻ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചു, നാഷണൽ അന്തം വെച്ചു. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആരും വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും ലോക ചാമ്പ്യനായിരിക്കുന്ന മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടുള്ളത്. ഈ ഓസ്ട്രേലിയയിൽ നിന്ന് 2018 ഓസ്ട്രേലിയ തിരിച്ചു വന്ന് അന്ന് മുതൽ ഞാൻ ഒരു തീരുമാനം എടുത്തു, എല്ലാ ദിവസവും ഞാൻ മെഡിറ്റേഷൻ കൂടി ചെയ്യും. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയിൽ വെച്ചിട്ടും ഓസ്ട്രേലിയയിൽ വെച്ചിട്ടും ഇപ്പോൾ സൗത്ത് കൊറിയയിൽ വെച്ചിട്ടും മത്സരങ്ങളിൽ വിജയിക്കുവാൻ എന്നെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും പ്രാപ്തനാക്കിയത് ഈ വർക്കൗട്ടും ജിമ്മിലെ വർക്കൗട്ടും അതുപോലെ തന്നെ മെഡിറ്റേഷനും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ അത് എല്ലാവർക്കും നൽകാനുള്ള സന്ദേശമാണ്. നിങ്ങൾ ഫിസിക്കലി എത്ര ഫിറ്റായാലും നിങ്ങൾ മെൻ്റലി ഫിറ്റ് അല്ലെങ്കിൽ വിജയം വരാൻ ഏത് മേഖലയിലായാലും, സ്പോർട്സിലെന്നല്ല ഏത് മേഖലയിലായാലും നമുക്ക് പരാജയം നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും പരാജയത്തിലേക്ക് തന്നെയാണ് പോകാനുള്ള സാധ്യത കൂടുതൽ. ഞാൻ ഒരു മാജിക് ജിം എന്നുള്ളൊരു മെഷീൻ വരെ കണ്ടുപിടിച്ചു. 25ഓളം എക്സസൈസ് ചെയ്യാൻ പറ്റിയൊരു മെഷീൻ ഞാൻ ഇൻവെൻറ്റ് ചെയ്തു. ഞാനൊരു 10-12 വർഷം അതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്ത് ഓരോ ദിവസവും എനിക്ക് അത് ഈ മെഡിറ്റേഷൻ്റെ സമയത്താണ് ആ മെഷീൻ്റെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ എങ്ങനെയൊക്കെ അത് ഉണ്ടാക്കണം എന്നുള്ള ഡിസൈൻ എല്ലാം വന്ന് മെഡിറ്റേഷന് കൂടിയാണ്. ഞാൻ ഇന്ന് അതിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ട്. എനിക്ക് ആ മെഷീന് പേറ്റൻറ്റ് കിട്ടി. ഞാൻ അതിൻ്റെ വിൽപ്പന നടത്തുന്നു. ഞാൻ കഴിക്കുന്ന ഭക്ഷണം പരമാവധി ഓർഗാനിക് ആവണമെന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണത്തിൽ ഒരുപാട് കെമിക്കൽസും ആവശ്യമില്ലാത്ത പോയിസണൊക്കെ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങളാണ്. 50 വയസ്സിന് മുകളിൽ ഞാൻ എനിക്ക് തോന്നുന്നു സ്പോർട്സ് രംഗത്ത് നടത്തിയ അച്ചീവ്മെൻറ്റ്സിനെ ഒക്കെ പരിഗണിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ കൂടി തന്നെ പബ്ലിക്കിന് ഹെൽത്തിനെ കുറിച്ചുള്ള പരമാവധി അവയർനെസ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം അതിൽ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി USA എനിക്ക് 2022 ചെന്നൈയിൽ വെച്ചിട്ട് ഓണററി ഡോക്ടറേറ്റ് തന്നു, ഫിറ്റ്നസ് ട്രെയിനിങ് ഡോക്ടറേറ്റ്. അങ്കമാലി ടൗണിൽ എനിക്ക് ലീ ഹാൻഡ്സ് എന്ന പേരിലൊരു ജിമ്മുണ്ട്. അത്യാവശ്യം നല്ല എല്ലാ ഫെസിലിറ്റീസും, എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഞാൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ലേഡീസിനും ജെൻസിനും വേറെ ജിമ്മുണ്ട്. ഏകദേശം ഒരു 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഏരിയയിലാണ് പരമാവധി ഫെസിലിറ്റീസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ അത്യാവശ്യം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വേറെ ട്രെയിനേഴ്സ് ഉണ്ട്. എനിക്കിന്ന് പബ്ലിക്കിനോട് കൊടുക്കാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ശരീരം, മനുഷ്യ ശരീരം നന്നായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെറുതെ ഇച്ചിരി നടന്നാലോ അല്ലെങ്കിൽ സൈക്കിൾ ചെയ്താലോ ഒന്നും അധ്വാനം ആവില്ല. അപ്പോൾ നന്നായിട്ട് കിതച്ച് മസിലുകളെ കഠിനമായിട്ട് ലോഡ് ഇടിപ്പിച്ചുള്ള അധ്വാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികളാണ് മനുഷ്യനെ ഹെൽത്തിയായിട്ട് നിലനിർത്തുള്ളൂ. ഒരു സംശയം വിചാരിക്കണ്ട. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഗെയിമിലേക്ക് വന്നപ്പോൾ മുതൽ എനിക്കുണ്ടായ വിജയത്തിൻ്റെ ഒരു കാരണം ചെറുപ്പത്തിൽ ഞാൻ അത്ര ജോലികൾ ചെയ്തുകൊണ്ടാണ്.